നമസ്കാരം. CPM-നെ കുറിച്ചും പിണറായി വിജയനെ കുറിച്ചുമൊക്കെ ധാരാളം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളിൽ ചില വീഡിയോകൾക്ക് താഴെ സൈബർ സഖാക്കളും വന്ന് നന്നായിട്ട് തെറിയും വിളിച്ചിട്ടുണ്ട്. എന്നാൽ ചില വീഡിയോകളൊക്കെ സഖാവിന്റെ അല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ മികവിനെ കുറിച്ച്, റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ, വികസന മികവിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചിരുന്നത്. ആ വീഡിയോകളൊന്നും നമ്മുടെ സഖാക്കളോ സൈബർ സഖാക്കളോ കണ്ടില്ല. അവരതിന് താഴെ വന്നിട്ടില്ല. ആ വീഡിയോക്ക് റീച്ചും കിട്ടിയിട്ടില്ല. ഇത് സത്യമാണ്. എന്ന് വെച്ച് സഖാവ് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുന്നില്ല. ഈ വീഡിയോയിൽ കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള ഇതുവരെ ആരും പറയാത്ത CPM-ന്റെ സഖാവ് പിണറായി സർക്കാരിന്റെ ആ നേട്ടങ്ങളെ കുറിച്ചാണ്. അത് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ സമയം കണ്ടെത്തുന്നത്. അതായത് കേരള രാഷ്ട്രീയത്തിലെ ഒരു തീരാനഷ്ടം അതെങ്ങനെ സംഭവിച്ചു, ജനങ്ങൾ എന്തുകൊണ്ട് നന്ദികേട് കാണിച്ചു, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലയാളികൾ കാണിച്ചിട്ടുള്ള ആ വലിയ വിവേകശൂന്യത ഉണ്ടല്ലോ, സഖാവ് പിണറായി വിജയന്റെ സർക്കാരിനെ നിലം തൊടിയിക്കാതെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്, അത് സത്യത്തിൽ ഈ നാടിന്റെ ഒരു തീരാ ശാപമാണ് എന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും. മലയാളികളുടെ ഒരു തീരാ നഷ്ടമാണത്. 10 വർഷം ഈ നാട് ഭരിച്ച് ഇപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലിരിക്കുന്ന ആ വികസന നായകനെ നമ്മൾ തിരിച്ചറിയാതെ പോയല്ലോ എന്നാണ് കേരളത്തിലെ ഓരോ മലയാളിയും ഇന്ന് ചിന്തിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നു സുഹൃത്തുക്കളെ ഇവിടുത്തെ വികസനം? കണ്ണടച്ച് തുറക്കുന്ന വേഗതയിലാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്ന നമ്മുടെ സ്വന്തം കേരയിൽ പദ്ധതി. അതുമാത്രമല്ല, ആകാശത്തുകൂടി പാഞ്ഞു പോകുന്ന സിൽവർ ലൈൻ ട്രെയിനിൽ ഇരുന്നിട്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ താഴെ സാധാരണക്കാർ അത്ഭുതത്തോടെ കൈവീശി കാണിക്കുന്ന ഒരു കാഴ്ച ഇന്ന് എന്തുകൊണ്ടാണ് ആരും സംസാരിക്കാത്തത്? എവിടെ നോക്കിയാലും ഇപ്പോ മെട്രോ റെയിലുകൾ. അത് കൊച്ചിയിൽ മാത്രമല്ലല്ലോ, ഇപ്പൊ തിരുവനന്തപുരത്തുണ്ട്, കോഴിക്കോടുണ്ട്, മലപ്പുറത്തുണ്ട്. അത് മാത്രമല്ല, ഓരോ വീടിന്റെ ഉമ്മറത്ത് കൂടിയും മെട്രോ ഓടുന്നുണ്ട്. അതിലും വലിയൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുഖ്യമന്ത്രി പണിയെടുപ്പിച്ചിട്ടുള്ള അന്താരാഷ്ട്ര എയർപോർട്ടുകളുണ്ട്. പണ്ടൊക്കെ നമുക്കറിയാം എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത്. നെടുമ്പാശ്ശേരി പോകണം, അല്ലെങ്കിൽ കരിപ്പൂർ പോകണം, ആദ്യം തിരുവനന്തപുരമായിരുന്നു, അവിടെ പോകണം, അതല്ലെങ്കിൽ ബോംബെ പോകണം. ഇതൊക്കെയായിരുന്നു അവസ്ഥ. പക്ഷെ ഇന്ന് മലപ്പുറത്തെയും കണ്ണൂരിലെയും സാധാരണക്കാര് സ്വന്തം പഞ്ചായത്തിലെ എയർപോർട്ടിൽ നിന്ന് ലുങ്കി മടക്കി കുത്തി നേരെ ദുബായിലേക്ക് വിമാനം കയറുന്ന കാഴ്ച എന്തേ നമ്മൾ കാണാത്തത്? ഇത്രയും വലിയ വികസന വിപ്ലവം ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിന് പുറമെയാണ് റോഡുകളുടെ കാര്യം. നമുക്കറിയാം നാഷണൽ ഹൈവേന്റെ കാര്യം. നാഷണൽ ഹൈവേ ഒക്കെ കണ്ട് അമേരിക്കക്കാർ പോലും അസൂയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയിലേക്കാളും നല്ല മികച്ച ഹൈവേ ആണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്ന്. നമ്മുടെ നാട്ടിലെ കുഴികളൊക്കെ വികസനത്തിന്റെ അടയാളങ്ങളാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇവിടുത്തെ ജനങ്ങൾക്കില്ലാതെ പോയി എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് അവർ നോക്കുന്നതെന്നാണ് ആലോചിക്കുന്നത്. ജപ്പാനിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഒക്കെ എഞ്ചിനീയർമാർ വന്നിട്ട് നമ്മുടെ ഈ റോഡിലെ കുഴികളൊക്കെ അളന്ന് പഠിച്ച് അവരുടെ നാട്ടിൽ കൊണ്ടുപോയി കോപ്പി അടിക്കുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കണ്ടില്ലേ? അതിനെല്ലാം പുറമെ ഇതൊക്കെ കാണുമ്പോൾ വികസനം കൊണ്ട് നമ്മുടെ കണ്ണ് സത്യത്തിൽ മഞ്ഞളിച്ചു പോകേണ്ടതാണ്, തള്ളിപ്പോകേണ്ടതാണ്. പക്ഷെ നമ്മൾ മലയാളികൾക്ക് ഇതൊന്നും പോരാ. വികസനം മാത്രം പോരാ, അല്ലെങ്കിൽ വികസനം മാത്രം മതിയോ? ലോകരാഷ്ട്രീയത്തിൽ നമ്മുടെ സഖാവിന്റെ സ്വാധീനം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇന്നിവിടെ യൂട്യൂബർമാർ തള്ളി മറിക്കുന്നുണ്ടല്ലോ ട്രംപ് അമേരിക്ക അല്ലെങ്കിൽ ഇറാൻ യുദ്ധം എന്നൊക്കെ. പക്ഷെ ആ അമേരിക്കൻ ഡൊണാൾഡ് ട്രംപ് പോലും ഇന്ന് എന്തെങ്കിലും ഒരു വലിയ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നേരെ വിളിക്കുന്നത് നമ്മുടെ പിണറായി വിജയനെയാണ്. ട്രംപിന് അമേരിക്കയിലെ പെന്റഗണും വൈറ്റ് ഹൗസും ഭരിക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തിക ഉപദേശവും ആഭ്യന്തര തന്ത്രങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ആരാധനകൾ കരുതിയിരിക്കുന്നത് ട്രംപിന്റെ കടുത്ത ആവശ്യപ്രകാരമാണ്. വളരെ നിർബന്ധം മൂത്തിട്ടാണ് ഈ പിണറായി വിജയൻ ഇടയ്ക്കിടെ എല്ലാ ഔദ്യോഗിക തിരക്കുകളും മാറ്റി വെച്ചിട്ട് അമേരിക്കയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇത് ആരോട് പറയാൻ? ഇത് ആർക്കത് മനസ്സിലാകുക? അവിടെ ചെന്നിട്ട് ട്രംപിനെയും കെട്ടിപ്പിടിച്ച് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥ എങ്ങനെ നന്നാക്കാം, അവിടുത്തെ തൊഴിലില്ലായ്മ എങ്ങനെ പരിഹരിക്കാം എന്നൊക്കെ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടാണ് സഖാവ് തിരിച്ചു വരുന്നത്. ഇവിടുത്തെ തൊഴിലില്ലായ്മ പരിഹരിച്ചത് കണ്ട് ട്രംപ് വിളിച്ചു ഒതുക്കും. എങ്ങനെ നിങ്ങളിത് പരിഹരിച്ചത്? എങ്ങനെ നിങ്ങൾക്ക് സാധിച്ചത്? ഞങ്ങൾ കൂടി പറഞ്ഞു തരൂ, ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ഇത് പറയുന്നത് കൊണ്ട് ഇത് പറഞ്ഞു കൊടുക്കാൻ ഈ സഖാവല്ലാതെ പിന്നെ ആരാ പോകണ്ടേ? പകരം ആരെങ്കിലും പറഞ്ഞു വിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? എന്നിട്ടാണ് ഇവിടെയുള്ള ചില വിവരദോഷികൾ ചോദിക്കുന്നത്, മുഖ്യമന്ത്രി എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയിലേക്ക് പോകുന്നതെന്ന്. ലോകം ഭരിക്കുന്ന ട്രംപിന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ പോകാന്ന് പറഞ്ഞാൽ നമുക്കൊരു അഭിമാനമല്ലേ സുഹൃത്തുക്കളെ? അല്ലെങ്കിൽ നമ്മളതിൽ അഭിമാനിക്കണ്ടേ? അമേരിക്കയിലെ നാസയിലെ ശാസ്ത്രജ്ഞന്മാര് അവർ റോക്കറ്റ് വിടുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടല്ലോ ഉടനെ ക്ലിപ്പ് ഹൗസിലേക്കായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്, ട്രങ്കോട് വിളിച്ചുകൊണ്ടിരുന്നത്. ക്യാപ്റ്റൻ ഒന്ന് പച്ചക്കൊടി കാണിച്ചാലേ അവിടെ സാറ്റലൈറ്റ് മുകളിലേക്ക് പോകുമായിരുന്നുള്ളൂ. എന്തേ അതൊക്കെ ഒന്ന് ചിന്തിക്കാത്തത്? അങ്ങനെയുള്ള ഒരു ആഗോള പ്രതിഭയെയാണ് നമ്മൾ കേവലം ഒരു 5 കൊല്ലത്തെ വോട്ടിന്റെ പേരിൽ പടിയടച്ച് പിണ്ടം വെച്ചേക്കണേ. യൂറോപ്യൻ യൂണിയനിൽ ഭരിക്കുന്നവർക്ക് എങ്ങനെയാണ് പ്രളയത്തെ നേരിടേണ്ടത്, എങ്ങനെയാണ് കിറ്റുകൾ വിതരണം നടത്തേണ്ടത് എന്നതിനെ കുറിച്ച് ട്യൂഷൻ എടുക്കാൻ പോയത് നമ്മുടെ ഈ നേതാവാണ്. ഇതൊക്കെ കാണാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് എന്തുകൊണ്ട് കണ്ണ് കാണുന്നില്ല എന്ന്, അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ എന്തുകൊണ്ട് ഇത് പറയുന്നില്ല? ലോകം മുഴുവൻ അംഗീകരിച്ചല്ലേ? അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പും പോലീസും. ലോകത്തിലെ ഏറ്റവും മികച്ച മാതൃകയാണ് നമ്മുടെ പോലീസ് സംവിധാനം കഴിഞ്ഞ 10 വർഷം സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ കൊണ്ടു നടന്നിരുന്നത്.
ജനങ്ങളോട് ഇത്രയും സ്നേഹവും കാരുണ്യമുള്ള ഒരു പോലീസ് ഫോഴ്സ് അക്കാലത്ത് വേറെ എവിടെ ഉണ്ടായിരുന്നേ? ഒരു പെറ്റി കേസ് പോലും ഇല്ലാതെ പൂർണ്ണമായിട്ടും സമാധാനപരമായിട്ടൊരു അന്തരീക്ഷം സഖാബ് ഉണ്ടാക്കിയെടുത്തില്ലേ? പോലീസ് സ്റ്റേഷനിലേക്ക് ആര് ചെന്നാലും അവർക്ക് കട്ടൻ ചായയും പരിപ്പോടെ നൽകി സൽക്കരിക്കുന്ന, അല്ലെങ്കിൽ തല്ലാൻ വരുന്നതിനെ പോലും കെട്ടിപ്പിടിച്ച് സ്നേഹിക്കുന്ന ഒരു പുതിയ പോലീസ് സംസ്കാരത്തെ അദ്ദേഹം കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടപ്പിലാക്കിയത് എന്തേ ജനങ്ങൾ കാണുന്നില്ല? എന്തേ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല? ക്രമസമാധാന പാലനത്തിൽ സ്കോട്ട്ലാൻഡ് യാർഡ് പോലീസിനെ പോലും തോൽപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ പിള്ളേര് ഭരണം കാഴ്ചവെച്ചത്. വഴിയിൽ ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സാധാരണക്കാരൻ, അവനെ പോലും വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് തലോടുന്ന പോലീസുകാരല്ലേ നമ്മൾ കണ്ടിരുന്നത്? നമ്മുടെ നാട്ടിലെ ക്രമസമാധാനം തകർന്നു എന്ന് പറയുന്നവർ കണ്ണടച്ചിരുട്ടാക്കുകയാണെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. രാത്രി 12 മണി, 12 മണി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് നമ്മുടെ റോഡുകളിലൂടെ നിറയെ ആഭരണങ്ങൾ ഇട്ടിട്ട് റോഡിലൂടെ നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കി വെച്ചത് ആരാ? അതിന് കാരണം നമ്മുടെ പോലീസിന്റെ, പിണറായി പോലീസിന്റെ ജാഗ്രതയല്ലേ? അഴിമതിയോ സ്വജനപക്ഷപാതമോ ഇതെന്തെങ്കിലും കഴിഞ്ഞ 10 വർഷം ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും വിധത്തിലുള്ള പിൻവാതിൽ നിയമനം നടന്നിട്ടുണ്ടോ? ഇതൊന്നുമില്ലല്ലോ. എങ്ങും ജനസേവകരായിട്ടുള്ള പച്ചപരമാർത്ഥികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരല്ലേ ഉണ്ടായിരുന്നേ? എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വൈഫൈയും AC-യും വെച്ച് ജനങ്ങൾക്ക് വിശ്രമിക്കാനുള്ള പാർക്കുകൾ വരെ പണിത് തന്ന ആഭ്യന്തരമന്ത്രിയാണ് നമ്മൾ വിമർശിക്കുന്നത് മനസ്സിലാക്കണം. ഇന്ന് നമ്മളൊക്കെ ആ സൗകര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ലണ്ടൻ പോലീസ്, ന്യൂയോർക്ക് പോലീസും ഒക്കെ നമ്മുടെ പിള്ളേരുടെ അടുത്ത് വന്നിട്ട് ട്രെയിനിങ് എടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം നിങ്ങൾ വാർത്തകൾ കാണൂല, നിങ്ങൾ സീരിയലുകളോ മറ്റെന്തെങ്കിലോ കാണും. എല്ലാ മേഖലയിലും വികസനത്തിന്റെ കൊടുമുടി കയറി നിൽക്കുകയായിരുന്നു കേരളം. ആരോഗ്യം, വിദ്യാഭ്യാസം, വ്യവസായം, ഏത് വകുപ്പായാലും എല്ലാ വകുപ്പുകളും അന്താരാഷ്ട്ര നിലവാരത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കണം. 1.5 മാസം പൂർത്തിയാകുന്ന ഈ സമയത്ത് അതിന്റെ ഗതി എവിടെ എത്തിയെന്ന് കൂടെ നിങ്ങൾ ചിന്തിക്കണം. അമേരിക്ക ആയിക്കോട്ടെ, യൂറോപ്പ് ആയിക്കോട്ടെ, കേരള മോഡൽ പഠിക്കാൻ ഇവിടെ വന്ന് ക്യൂ നിന്ന ചരിത്രം എന്ത് നിങ്ങൾ മറന്നുപോയോ? നമ്മുടെ ഈ കേരള നാട്ടിലെ തൊഴിലില്ലായ്മ അത് പൂർണ്ണമായും തുടച്ചു നീക്കിയത് എന്തേ നിങ്ങൾ ഓർക്കാത്തത്? ഇപ്പൊ കേരളത്തിൽ ആർക്കെങ്കിലും ജോലിയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ജർമ്മനിയിലും അമേരിക്കയിലേക്കും കാനഡയിലേക്കും ഒക്കെ കടന്നു പോയിട്ടുള്ള മലയാളി കുട്ടികൾ അവരിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് ഒഴുകുന്നതിന്റെ കാരണം എന്താ? ഇന്ന് കേരളത്തിൽ ഇപ്പോൾ കാണുന്ന വിധത്തിലുള്ള വ്യവസായ സൗഹൃദമാക്കിയതിന്റെ ക്രെഡിറ്റ് വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ നിങ്ങളത് ഉദ്ദേശിക്കുന്നുണ്ടോ? എല്ലാവരും സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പുകൾ, വൻകിട വ്യവസായങ്ങളൊക്കെ തുടങ്ങി കോടീശ്വരന്മാരായി ഇവിടെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് മാറിക്കഴിഞ്ഞെന്താ നിങ്ങൾ കാണുന്നില്ലേ? വിദേശത്തു നിന്നുള്ള വൻകിട കമ്പനികളായിട്ടുള്ള ആപ്പിളും ഗൂഗിളും ഒക്കെ കൊച്ചിയിലും തിരുവനന്തപുരത്തും വന്നിട്ട് ഓഫീസ് തുറക്കാൻ കാരണം എന്താണെന്ന് നിങ്ങൾ കരുതിയിരിക്കുന്നത്? ഈ സഖാവിന്റെ ഒരൊറ്റ നോട്ടമാണ്. ഇനി കാർഷിക മേഖലയാണെങ്കിൽ അരി ആയിക്കോട്ടെ, അരി ഇപ്പോൾ ആന്ധ്രയിൽ നിന്നാണോ വരുന്നത്? പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്നാണോ വരുന്നത്? അല്ലല്ലോ. എല്ലാം നമ്മുടെ കേരളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കാർഷിക മേഖല ഇത്രയധികം സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുവന്നതിന്റെ ക്രെഡിറ്റ് ആർക്കാ? അല്ലെങ്കിൽ ആരാ ഇതൊക്കെ ചെയ്തേ? ഒരു ഷോർട്ട് കാലാവധിയിൽ, ഒരു ചെറിയൊരു കാലാവധിയിൽ 10 വർഷം കൊണ്ടൊക്കെ ഇത് സാധിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം. ഒരു തുള്ളി വിഷമില്ലാത്ത പച്ചക്കറികളാണ് മലയാളി ഇന്ന് തിന്നുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ 10 വർഷം കൊണ്ട് അതിന്റെ വളർച്ച കണ്ട് ലോകത്തെ സർവകലാശാല വരെ തരിച്ച് നിൽക്കുകയാണ്. പരീക്ഷ എഴുതാതെ തന്നെ കുട്ടികൾക്ക് 1-ാം റാങ്ക് കിട്ടുന്ന വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ വരെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടികൾ പഠിച്ച് കഷ്ടപ്പെടണ്ട, അവർക്ക് തനിയെ അറിവുണ്ടാകട്ടെ എന്ന ചിന്താഗതിയുള്ള എത്ര ദീർഘവീക്ഷണമുള്ള സർക്കാരായിരുന്നു അത്. എന്നിട്ടും ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും എല്ലാ മേഖലയിലും സാർവത്രികമായി വികസനങ്ങളും വികസന കാഴ്ചപ്പാടുകളൊക്കെ കൊണ്ടുവന്നിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ മനുഷ്യനെ നമ്മൾ തോൽപ്പിച്ചല്ലോ എന്നാണ് ചിന്തിക്കേണ്ടത്. വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ കയറിയ മലയാളിക്ക് എവിടെയോ കയ്യബദ്ധം പറ്റി. ഈ 10 വർഷത്തെ സുവർണ ഭരണം കൺമുന്നിൽ ഇങ്ങനെ കണ്ടിട്ടും അത് അനുഭവിച്ചിട്ടും ആ വികസന നായകനെ പ്രതിപക്ഷത്തിരുത്താൻ വോട്ട് ചെയ്ത മലയാളികളെ നിങ്ങൾ ചെയ്തത് ഈ നാടിനോട് ചെയ്തിട്ടുള്ള വലിയൊരു ചതിയാണ്. ചരിത്രം ഒരിക്കലും നിങ്ങൾക്ക് മാപ്പ് തരില്ല. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ, കേരളയില് മെട്രോ, പഞ്ചായത്ത് എയർപോർട്ട് ഇതൊക്കെ തന്നെ നമ്മളെ ഒരു വികസിത രാജ്യമാക്കി, നമ്മളൊരു വികസിത സ്റ്റേറ്റ് ആക്കി മാറ്റാൻ നോക്കി, അല്ലെങ്കിൽ മാറ്റിയ സഖാവിനെ തള്ളിപ്പറഞ്ഞതിന്റെ ശാപം ഉണ്ടല്ലോ, ഈ ശാപം ഈ തലമുറ മുഴുവൻ അനുഭവിക്കേണ്ടി വരും. ഇത്രയും വലിയൊരു വികസന സിംഹത്തെ തോൽപ്പിച്ചു വിട്ടിട്ട് നമ്മൾ വികസനം എവിടെയെന്ന് ചോദിച്ചു നടക്കാണ്. കേരളിന്റെ മഞ്ഞക്കുറ്റികൾ കാണുമ്പോൾ നെഞ്ചുപൊട്ടി അന്ന് കരഞ്ഞവർ ഇന്ന് തപ്പിത്തടഞ്ഞ് തലയിൽ കൈവയ്ക്കാൻ നോക്കുകയാണ്. വോട്ട് ചെയ്യുമ്പോൾ ചിന്തിക്കാത്തതിന്റെ ഒരു ദുരന്തമാണെന്ന് മനസ്സിലാക്കണം. ഇനി എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഭരണാധികാരി നമുക്കുണ്ടാകുമോ? ട്രംപിനെ പോലും വിരൽത്തുമ്പിൽ നിർത്തി ഭരിച്ചിട്ടുള്ള ആ വികസന സിംഹത്തെ തിരിച്ചറിയാതെ പോയത് മലയാളികളുടെ തീരാനഷ്ടം തന്നെയാണെന്ന് ഒരു സംശയമില്ല. ഈ വികസനമൊക്കെ കാണാൻ പ്രകൃതിദത്തമായ ദൈവം തമ്പുരാൻ നമുക്ക് തന്ന കണ്ണ് മാത്രം പോരാ, ഒരു പ്രത്യേക തരം കണ്ണും കണ്ണടയും കൂടി വേണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ സുവർണകാലം ഓർത്ത് നമുക്ക് കൈയടിക്കാം. തീരാനഷ്ടം, സഖാവിനെ പടിയിറക്കി വിട്ടത് ഒരു തീരാനഷ്ടമാണ്. അതോർത്ത് നമുക്ക് നെടുവേർപ്പെടുകയും ചെയ്യാം. Different angles. Don't forget to subscribe and support this channel.